അന്ന് രാത്രിയിൽ സാജൻ ഒളിസങ്കേതത്തിൽ തൻ്റെ പിറന്നാൾ ആഘോഷം നടത്തി. അതിൻ്റെ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു, പ്രചരിപ്പിക്കുകയും ചെയ്തു. സാജൻ്റെ പിറന്നാളാണ് എന്നുള്ളത് തലേ ദിവസം തന്നെ ഈ പറയുന്ന ജൂലൈ 6-ാം തീയതി തന്നെ പ്രചരിക്കുന്നുണ്ടാണ്. അതായത് സാജൻ്റെ പിറന്നാൾ ആഘോഷം തൊട്ടടുത്ത ദിവസം തെക്കേ ഗോപുരനടയിൽ നടക്കുന്നുണ്ട് എന്നുള്ള വിവരമടങ്ങുന്ന ഒരു റീല് ഇൻസ്റ്റയിൽ കറങ്ങുന്നുണ്ടായിരുന്നു. ഇത് കണ്ടിട്ടാണ് ഈ കുട്ടികളെല്ലാം കൂടെ ചാടി ചെന്നത്, സാജൻ ആരാധകരായിട്ട്, സാജൻ ഫാൻസ് അസോസിയേഷൻ, ഇവരെല്ലാം കൂടെ അവിടെ കയറി ചെന്നത് അങ്ങനെയാണ്. അപ്പോൾ ജൂലൈ 8-ാം തീയതി പിന്നെ ഈ 7-ാം തീയതി അർദ്ധരാത്രിയിൽ രാത്രിയിൽ ഈ പിറന്നാളാഘോഷം നടത്തുകയും ജൂലൈ 8-ാം തീയതി രാവിലെ ഉണർന്ന സാജന് തൻ്റെ പിറന്നാളാഘോഷം പൊളിച്ച പോലീസിനോട്, കേരള പോലീസിനോട് അതിയായ കലിപ്പ്. അങ്ങനെ സാജൻ ആദ്യം ഇത് പൊളിച്ച ഈസ്റ്റ് SHO ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്കുള്ള പണി ഞാൻ തരുമെന്ന് പറഞ്ഞു. നിനക്കുള്ള പണി ഞാൻ തരും, എൻ്റെ പിള്ളേരെ പിടിച്ചകത്തിട്ടതിന് നിനക്കുള്ള പണി ഞാൻ തരും, നിന്റെ സ്റ്റേഷൻ ഞാൻ തീ വെക്കുമെന്ന് പറഞ്ഞു.